വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിച്ചറ ഡയമന് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ. കരം പിരിച്ചു കഴിഞ്ഞോടാ. പിരിച്ചോണ്ടിരിക്കണോ? പോയി പിരിടാ. കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാതെ ചിലരൊക്കെ മുങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങൂന്നർക്കും വാശിയൊന്നുമില്ലല്ലോ. ചിരിക്കാതെ പെണ്ണുപിള്ളേ. മുരുകപ്പ, ഉങ്കപ്പന് വായിക്കറിയിടാൻ നീ ബാക്കി വേണം. വേഗം ചുവന്ന് മാറ്റടാ. പിരിവൊക്കെ കഴിഞ്ഞോടാ കൊച്ചാപ്പേ? കഴിഞ്ഞു. എന്റെ വീതം ചിരിച്ചോണ്ട് താടോ. കിട്ടൂല. അല്ലേ എന്തോടാ? നിങ്ങൾ ഭാഗ്യവതിയാണ് കേട്ടോ. നിങ്ങൾക്ക് മാത്രം കരമില്ല. അന്തിക്കൂട്ടിന് പുരയിൽ ഒരാളുണ്ടെന്നറിഞ്ഞു. സാരികൾ, മുണ്ടുകൾ, വേഷ്ടികൾ, പൂവച്ച ബ്ലൗസുകൾ, ബ്രേസിയേഴ്സ്. അതാ കരയ്ക്ക് ആരും ഇല്ലേ? വാ. സാരി സാരി, പട്ട് സാരി. എലിക്കുട്ടിയെ, എന്തുവാ? കണ്ണാടി ഒട്ടിച്ച ബ്ലൗസ് പീസുകൾ, സാരികൾ, ലുങ്കികൾ, ബ്രേസിയേഴ്സ്. ഒന്നും വേണ്ടേ? ഈ പൂത്ത സാധനം ആർക്ക് വേണം മത്തായിച്ച? ഇത്രയും പൂത്തുളഞ്ഞിട്ടും എന്തേ ആരും കൊണ്ടുപോകാഞ്ഞേ? അതിന് തന്നെ പോലുള്ള കൊച്ചാണന്മാരല്ലേ ഈ നാട്ടില്, പിന്നെങ്ങനാ? എന്റെ ഈശോയെ. എടാ, ഈ വെള്ളമായ വെള്ളത്തിൽ വള്ളം തുഴഞ്ഞ് അങ്ങക്കരെ നെടുമുടിക്കടവിലിറങ്ങി അവിടെ ആലപ്പുഴയ്ക്കുള്ള ബസ്സും പിടിച്ച് മുല്ലക്കിലിറങ്ങി കണ്ട ജൗളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് നിന്നെ പോലെ ഉള്ളവന്മാർക്ക് കടം തന്നിട്ട് ഞാൻ കാശ് ചോദിക്കുമ്പോ കൈമലർത്തി കാണിക്കുന്നോ? മോന്തിയ കാശിങ്ങ തന്നേച്ചു പോ. രാവിലെ വരെ പണിയുണ്ട് എനിക്ക്. എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പം കടം, അതും തവണ. ഞാൻ എന്തേലും വാങ്ങിച്ച അത് രൊക്കം. ഇതെന്നാ കോപ്പിലെ ന്യായമാടാ ഗംഗാര? ഞാൻ ഇനിയും കുടിക്കും, പക്ഷെ കാശ് തരികയില്ല. തരത്തില്ലയോ? എടാ ഗാട്ടാ കുസ്തി താഹേ. ഒന്നുമ്മ വയ്ക്കാൻ വന്നതാ. എന്നാ വന്ന് വച്ചേച്ചുമ്പോ ചുണ വേണോരാമ്പിള്ളാർക്ക്. ഒത്തിരി മാംസം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാശ് കിട്ടിയാ പോരെ എനിക്ക്. വാ. നീ തരുമെന്ന് എനിക്കറിയാ. നീ ആടാ ആൺകുട്ടി. താഹാ പാവം മത്തായച്ചനിട്ട് ചെയ്ത എന്തായാലും ശരിയായില്ല. അവള് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. നീ കാണിച്ച തോന്നിയാസം. തടിയും എടുക്കും കാണിക്കേണ്ടത് ഗോദായില്, അല്ലാണ്ട് മൊന്തമ്പഴം പോലെ ഇരിക്കുന്ന ആ മൂപ്പിന്റെ പുറത്തല്ല. എന്റെ ഇക്കാക്കയുടെ മുഖത്ത് നോക്കി അവൻ എന്തൊക്കെ പറഞ്ഞു നിനക്കറിയോ? ഞങ്ങൾക്കെന്താ കരുതലായിട്ടാ? ബോട്ട് കടവിലെ സംഘക്കാർക്ക് പണ്ടേ ചന്തക്കാരെ കണ്ടാ ചൊറിച്ചില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലേ കുഴപ്പ. സൈനവാ, നീ ഇച്ചിരി മീൻചാറോട് വഴി. ദാഹമുണ്ടോടാ? ഒന്ന് ഇറങ്ങി വാ മോനെ. ബോട്ട് കടവിൽ നിന്ന് രാഘവൻ വന്നേക്കുന്നു. ഉപ്പൻ രാഘവൻ. നിന്നെ ഒന്ന് കാണാനാ. നീ അവിടെ ഇരി. നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സന്തോഷം. നിന്റെ അനിയനെ വിളിക്ക. എന്തോത്തിനാ? ഒന്ന് താങ്ങാൻ. വിടണവനെ. നീയൊന്നും മിണ്ടാതിരിടാ.
ഈ പാതിരാത്രിക്ക് തന്നെ വേണോടാ ചോദ്യവും പറച്ചിലും ഒക്കെ? നിന്റെ അപ്പന്റെ അനുഭവം മറക്കണ്ട, നീ പോ. ആ അച്ഛന്റെ മോനാ ഞാനെന്നുള്ള കാര്യം താനും മറക്കണ്ട. കണ്ടോ, അച്ഛൻ തന്നതാ. വെട്ടിക്കൊന്ന് വെള്ളത്തിൽ തള്ളുന്നത് വരെ ഇവിടുത്തെ ചന്തക്കവലയും ബോട്ട് കടവും അടക്കി ഭരിച്ചിരുന്നത് ഈ രാഘവന്റെ തന്ത പായ് പ്രവാസമുള്ളവനാടോ. പഴയ ചരിത്രം പറഞ്ഞ് നീ പേടിപ്പിക്കലടാ മോനെ. നീ പോ. രാഘവൻ കാണാൻ വന്നാ കണ്ടേച്ചേ പോകത്തുള്ളൂ. ഒരയ്ക്കകത്ത് കയറി പിടിച്ചിറങ്ങാൻ വയ്യാഞ്ഞിട്ടല്ല, പ്രായമായൊരു പെണ്ണകത്തുള്ളതുകൊണ്ടാ. താഹേ, മര്യാദയ്ക്ക് നീ ഇറങ്ങി വരുന്നോ അതോ ഞാൻ അകത്തോട്ട് വരണോ? നിനക്കെന്താ വേണ്ടേ? നീ എന്തിനാ ജൗളി മത്തായി തല്ലിയേ? അത് ചോദിക്കാൻ നീ ആരാടാ പട്ടി? അയാളെ തല്ല നീയാണോ? എന്റെ നെഞ്ചത്തോട്ട് കയറി താളം ചവിട്ടാൻ വന്നാല് ഞാൻ അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കണോ? കൊടുക്കാനുള്ള കാശ് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചപ്പോ അയാൾ നിന്നെ ഉമ്മ കാണാം. ചത്തുപോയ നിന്റെ തന്തയുടെ പ്രേതത്തിന്റെ ബലത്തില് നീ ഒരുപാടങ്ങ് പൊങ്ങണ്ട. ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും. ചെവളി മൂപ്പിനെ മാത്രമല്ല, വേണ്ടി വന്നാൽ നിന്നെ. എനിക്ക് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ മോഹമൊന്നുമില്ല. നേരം വെളുക്കുമ്പോ ജൗളിമത്തായുടെ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അന്നേരം ആരും പിടിച്ചു മാറ്റാൻ നോക്കണ്ട. വഴിന്ന് മാറിക്കടി. നീ നിന്നോടാ പറഞ്ഞ വഴിന്ന് മാറിയിക്കാൻ. മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പൊക്കിയെടുത്ത് എന്റെ പെരയിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഇന്നെന്താ നിങ്ങളുടെ മണമില്ലല്ലോ? കള്ളിന്റെ മണം. മണം പിടിക്കാനുള്ള പോക്കാ. ഇതാ വരണ്ടോ? വരട്ടെ. അയ്യോ, ഞങ്ങളുടെ ആൾക്കാർ അത്ര പൂശണ പോലെ നല്ലതാ നിങ്ങളുടെ കള്ളിന്റെ മണം. ഹറാമായതൊന്നും കൊള്ളാമെന്ന് പറയല്ലേ. നീ ഒരു മുസ്ലിം പെണ്ണാ. അള്ളാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാ ഞാന്. പക്ഷേങ്കില് നിങ്ങൾ എന്റെ മനസ്സിൽ കുടുങ്ങിപ്പോയി. നിങ്ങളിന്നലെ എന്ത് പണിയാ കാണിച്ചേ? ഒരേ കയറി ഒന്ന് കയ്യേറ്റം നടത്താ. ഞാനിന്നലെ ഇടയ്ക്കറി വന്നില്ലായിരുന്നെങ്കിൽ മൊറോ കൊണ്ട് വരേണ്ടി വന്നേനെ, വാരിക്കൊണ്ട് പോവാൻ. അതെ, വാരേണ്ടി വന്നേനെ. നിന്റെ ആങ്ങളമാര് നിങ്ങൾക്ക് കുറുമ്പ് ഇത്തിരി കൂടുതലാ. അപ്പൊ നിന്റെ ആങ്ങളമാർക്കോ? പിന്നെ സൈഡ് പിടിച്ച് കൊടുത്താനും പറയല്ലേ? എന്റെ ആങ്ങളമാര് എനിക്ക് വലിയ തന്നെയാ. അപ്പൊ ഞാനോ? നിങ്ങള് അതിനേക്കാളും മേലെയാ. എന്ത് കണ്ടിട്ടാ നീ പറയുന്നത്? നിങ്ങളുടെ മനസ്സ് കണ്ടിട്ട്. ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില്, പ്രായത്തിലും ജാതിയിലും നിലയിലും ഒക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഞാനും ആണെന്ന് നമുക്ക് രണ്ടാക്കും അറിയാലോ. ഞാൻ വിളിച്ചാ നീ വരുവോ? വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ എല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം പോരും.